Hello friends, welcome to the channel. 𝙑𝙞𝙙𝙯 സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഒരു ഡെബിറ്റ് കാർഡാണ്. ഒരു IDFCയുടെ ഒരു പ്രീമിയം ഡെബിറ്റ് കാർഡാണ്. ആക്ച്വലി ഇതിന് നമുക്കിതിൽ നമ്മുടെ ഈ ഡെബിറ്റ് കാർഡ് വെച്ചിട്ട് നമുക്ക് ആക്ച്വലി EMI ആയിട്ട് വാങ്ങിക്കുകയൊക്കെ ചെയ്യാം. നമുക്ക് എന്താ വെച്ചാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഡെബിറ്റ് കാർഡ് EMI ആയിട്ട് നമ്മുടെ ക്രെഡിറ്റ് കാർഡിൽ വാങ്ങിക്കുന്ന പോലെ തന്നെ ഈ കാർഡ് വെച്ച് നമുക്ക് EMI വാങ്ങിക്കാൻ പറ്റും. ആക്ച്വലി എനിക്ക് ലിമിറ്റ് ഇട്ടിരിക്കുന്നത് 1 lakh IDFCയുടെ ഡയറക്റ്റ് ബാങ്കിങ് ആണ്. നമുക്കിത് ആക്ച്വലി ഓൺലൈനായിട്ട് ഓപ്പൺ ചെയ്യാം. നമ്മൾ ഇതിൻ്റെ വീഡിയോ മുമ്പിൽ ഇട്ട് നമ്മൾ എങ്ങനെ നമുക്ക് നമ്മുടെ IDFC ബാങ്കിൻ്റെ സേവിങ്സ് അക്കൗണ്ട് ഓൺലൈനായിട്ട് ഓപ്പൺ ചെയ്യാം നമ്മൾ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. കാണത്തോടെ പോയി കാണാം കേട്ടോ. അപ്പോൾ അതിൽ ആക്ച്വലി അതിൻ്റെ ഒരു കാർഡാണ് ഇത്. ആക്ച്വലി നമുക്ക് ഈ അക്കൗണ്ടിന് ആക്ച്വലി നമ്മുടെ മിനിമം ബാലൻസ് ഒക്കെ അത്യാവശ്യം കൂടുതലാണ് കേട്ടോ. പിന്നെ അതുകൊണ്ട് തന്നെ ഈ കാർഡിന് വേറെ പ്രത്യേകത ഉണ്ട്. നമുക്ക് ഇഷ്ടംപോലെ ആമസോണിൽ ഫ്ലിപ്കാർട്ടിലൊക്കെ നിറച്ച് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നൊരു ഡെബിറ്റ് കാർഡാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മളെന്തായാലും ഇത് അൺബോക്സ് ചെയ്ത് ഇതിൻ്റെ ആപ്പും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അതായത് ആപ്പിൽ നമുക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ EMI പോയിൻറ്സും അത് ഇങ്ങനെ EMI എത്ര സംഭവമൊക്കെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ആപ്പിൽ. നമ്മൾ ക്രെഡിറ്റ് കാർഡിന് ഒരു ആപ്പ് പോലെ തന്നെ അവരൊരു ആപ്പാണ്. അപ്പോൾ ഞാനത് അൺബോക്സ് ചെയ്തിട്ടില്ല. ആക്ച്വലി വന്നിട്ട് 2-3 ദിവസമായിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്യാൻ മുമ്പ് ചാനൽ പുതിയ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷനൊക്കെ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്ക് ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ചെക്കൗട്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ആമസോണിൻ്റെ സ്റ്റോർ ലിങ്ക് കൂടെ കാണാനായിരിക്കും, ചെക്കൗട്ട് ചെയ്യുക. ഞാൻ താഴെയും കൊടുക്കാം. നിങ്ങൾക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഗിവ് വീഡിയോ കാണാത്തൊരു പോയി കാണാം. 2 വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു റീസെൻ്റായിട്ട്. നമ്മുടെ റിയൽമിയുടെ ബഡ്സ് Air 3 അതുപോലെ തന്നെ OnePlusൻ്റെ ബുള്ളറ്റ് വയർലെസ് സെറ്റ് 2. അപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ അൺബോക്സിംഗ് പോയാലോ. അപ്പോൾ നമ്മുടെ IDFC ബാങ്ക് ഫസ്റ്റ് ബാങ്കിൻ്റെ നമ്മുടെ കാർഡ് വന്നിങ്ങനെ പാക്കേജാണ്. നമ്മൾ ആക്ച്വലി ഓപ്പൺ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് എന്തായാലും കട്ട് ചെയ്യാം. കാർഡ് എങ്ങനെയുണ്ട് നമുക്ക് നോക്കി നോക്കാം. വിസ കാർഡാണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഞാൻ ആപ്പിൽ വരാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അവർക്ക് നമുക്ക് IDFC ബാങ്കിന് നമുക്ക് EMI ഫെസിലിറ്റി ഉണ്ട് ഡെബിറ്റ് കാർഡിന്. അപ്പോൾ അതൊന്ന് നോക്കി നോക്കാം. നമുക്കിങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ട്. നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാർഡ് ഡീറ്റെയിൽസ് ഇവിടെ കാണാം. ഞാൻ കാർഡ് നമുക്ക് ഇന്ന് എടുക്കാം. ഭയങ്കര ടൈറ്റാണ് കാർഡ്. നല്ല ക്വാളിറ്റി കാർഡാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊരു ലെറ്ററാണ് തന്നേക്കുന്നത്. കാർഡ് ഈസ് ലിങ്ക്ഡ് ടു IDFC ബാങ്ക് അക്കൗണ്ട് വിത്ത് ഫോളോയിങ് ഡീറ്റെയിൽസ് എന്നിട്ട് അതുപോലെ നമ്മുടെ കസ്റ്റമർ ID അക്കൗണ്ട് നമ്പർ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. 3 steps ടു സെറ്റപ്പ് ചെയ്യുക. കാരണം IDFCbank.com/start പോയിട്ട് ഡെബിറ്റ് കാർഡ് പിന്നെ അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം വർക്കിംഗ് ആവുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഞാൻ മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ കാർഡിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും കാർഡ് ഇങ്ങനെ ഒന്ന് കാണിച്ചു തരാം നമുക്ക്. അപ്പോൾ നമ്മുടെ പേര് ഡീറ്റെയിൽസൊക്കെ ഉണ്ട്. വിസ കാർഡാണ്. IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. ഡെബിറ്റാണ് അവിടെ നമുക്ക് കാണാം. ബാക്ക് സൈഡിലായിട്ട് നമുക്ക് നോർമൽ കാണുന്ന സംഭവം പോലെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ കാർഡിൻ്റെ ഫീച്ചർ ഞാൻ നമ്മുടെ ഇവിടെ കാണിച്ചു തരാം. നമ്മുടെ ആപ്പിൽ കാണിച്ചു തരാം. IDFC ബാങ്കിൻ്റെ ആപ്പ് ഇതാണ്. IDFC ബാങ്കിൻ്റെ എന്താ പറയുക മൊബൈൽ ബാങ്കിങ് ആപ്പാണ്. അപ്പോൾ ഞാൻ ലോഗിൻ ചെയ്യാണ്. അപ്പോൾ ഞാൻ ലോഗിൻ ചെയ്തിട്ട് നമ്മുടെ ആ സെക്ഷനിലേക്ക് ആക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ ലോഗിൻ ചെയ്തിട്ട് നമുക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വിസ കാർഡ് സിഗ്നേച്ചർ ഡെബിറ്റ് എന്ന് പറഞ്ഞാൽ കാണണ്ടായിരിക്കും. അപ്പോൾ ഇത് നമുക്കിവിടെ ഹോം സ്റ്റാർട്ടിൻ്റെ സൈഡിലായിട്ട് അക്കൗണ്ട്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അക്കൗണ്ട്സ് കഴിഞ്ഞിട്ട് കാർഡ്സ് എടുത്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഓൾറെഡി ഇവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. ഇപ്പോൾ അവൈൽ EMI യൂസിങ് ഡെബിറ്റ് കാർഡ് വേണ്ടിയിട്ട് നമുക്ക് അവൈലബിൾ ക്രെഡിറ്റ് ലിമിറ്റ് തന്നിരിക്കുന്നത് 1 lakh ആണ്. അപ്പോൾ ദിസ് ഈസ് എ പ്രീ അപ്രൂവ്ഡ് ലിമിറ്റ് അസൈൻ ടു യു ഫോർ ബൈയിങ് കൺസ്യൂമർ ഡ്യൂറബിൾ പ്രൊഡക്റ്റ് അറ്റ് സെലക്ടഡ് മർച്ചൻറ്റ് ബൈ യൂസിങ് ഡെബിറ്റ് കാർഡ്. പക്ഷേ ഈ ഡെബിറ്റ് കാർഡിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ നമുക്ക് ഓൺലൈനായിട്ടുള്ള ഓപ്ഷൻസ് വന്നിട്ടില്ല. നമുക്ക് നമ്മുടെ ഓഫ്ലൈൻ ഷോപ്പുകളുണ്ടല്ലോ അവിടെ പോയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. നമുക്ക് അതിൻ്റെ ലിസ്റ്റ് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു മർച്ചൻറ്റ് സ്റ്റോർ എന്നൊരു സംഭവം ഉണ്ട്. അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ സിറ്റിയിലത്തെ ഏതൊക്കെ ഉണ്ടെന്നൊക്കെ കാണാം. എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് എല്ലാവരും 90% എല്ലാ സ്ഥലത്തും ഉണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ കാർഡ് നല്ല കാർഡ് തന്നെയാണ്. ഡെബിറ്റ് കാർഡിൻ്റെ EMI ഫീച്ചറും കാര്യങ്ങളൊക്കെ വരുമ്പോൾ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ആമസോണിൽ ഫ്ലിപ്കാർട്ടിൽ പർച്ചേസ് ചെയ്യുമ്പോൾ ഡിസ്കൗണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ കാർഡ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ മറ്റേ ഓൺലൈൻ അക്കൗണ്ട് എങ്ങനെ തുടങ്ങുന്ന വീഡിയോ കണ്ടോക്കാം. പക്ഷേ ഞാൻ ഓൾറെഡി പറയുകയാണ് നമ്മുടെ മിനിമം ബാലൻസ് കുറച്ച് കൂടുതലാണ്. 10 മിനിമം ബാലൻസ് വേണ്ടത്. അപ്പോൾ അത് നോക്കിയിട്ട് എടുത്താൽ മതിയിട്ടാണ്. എന്താ വെച്ചാൽ 0 ബാലൻസും സംഭവമൊന്നുമല്ല. പക്ഷേ കാർഡ് അത്യാവശ്യം നല്ല കാർഡ് തന്നെയാണ്. ഫീച്ചേഴ്സും ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല കാർഡാണ്. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനും അടുത്ത വീഡിയോ കാണാം. അതുപോലെ തന്നെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ട. അതുപോലെ നമ്മുടെ പുതിയ ചാനൽ കാണാത്തൊരു പോയി കണ്ടു നോക്കുക. നമ്മൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. നമുക്ക് വീഡിയോ കാണാം.